കൂട്ടുകാരെ, നമ്മളിപ്പോൾ മഹാബലിപുരത്തെ ലൈറ്റ് ഹൗസിൻ്റെ അകത്തേക്കാണ് കയറാൻ പോകുന്നത്. അതിൻ്റെ ഒരു മുൻവശത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ബാക്കി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും പോയി. കൂട്ടുകാരെ, നമ്മൾ മഹാബലിപുരത്തെ ലൈറ്റ് ഹൗസിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. അകത്തെ കാഴ്ചകൾ വാ, നമുക്ക് കയറിയിട്ട് കാണാം. കൂട്ടുകാരെ, അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇതുണ്ട്, ഇവിടുത്തെ കാഴ്ചകളാണ്. ഏറ്റവും ഉയരത്തിലാണ് മഹാബലിപുരം. ഇതുണ്ട്, ആ കാണുന്ന മഹാബലിപുരം ബീച്ചാണ്. എല്ലാം മഹാബലിപുരം ഏരിയ. ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് കയറിയ ആർക്കിയോളജി വിഭാഗത്തിൻ്റെ നമ്മുടെ ഒരു മലയുടെ മുകളിൽ കൂടെ കയറി വന്നില്ലേ, ആ ഭാഗങ്ങളാണ് അവിടെ കാണുന്നത്. പ്രിയതമയാണ് അവിടെ കണ്ണിൻ്റെ അവിടെ കയ്യും വെച്ചിട്ടിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല, കാരണം സൂര്യപ്രകാശം ഭയങ്കരമായിട്ട് വരുന്നതുകൊണ്ടേ. അവിടെ നിന്ന് വിളിക്കുന്ന ആള് മുകളിലേക്ക് കയറിയില്ല. കാരണം ഇത്രയും കയറി തന്നെ ആള് വിഷമിച്ച കാരണം മുകളിലേക്ക് കയറിയില്ല. ഞാൻ മാത്രമേ മുകളിലേക്ക് കയറിയുള്ളൂ. Fulmiyorum baba işte. Fulmiyorum.
ലൈറ്റ് ഹൗസിന്റെ താഴത്തെ കയറി കിട്ടിയിരിക്കുന്നല്ലേ, വളരെ ശ്രദ്ധിച്ചിറങ്ങി താഴെ കിടക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ലൈറ്റ് ഹൗസിന് താഴത്തിറങ്ങിയിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് പിടിച്ചുകൊണ്ട് റിവേഴ്സാണ് ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്താ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കൊത്തിവെച്ചിരിക്കണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഔട്ട് സൈഡിലേക്കുള്ള വഴിയാണ് കാണുന്നത്. പ്രിയതമ അവിടെ നിന്നിട്ട് കൈ കാണിക്കുന്നുണ്ട്. മഹാബലിപുരം ബീച്ചാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇവിടത്തേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാം. മാക്സിമം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചുറ്റളവാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ മുഴുവൻ സ്ഥലങ്ങളും കണ്ടിട്ട് പോകത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്ത് വേണം വരാനായിട്ട്. കൂട്ടുകാരെ, നമ്മൾ നിൽക്കുന്നത് ഇപ്പം കയറിയ ആ ഒരു നിർമ്മിതിയുടെ ഏറ്റവും മുകളിലാണ്. ഏറ്റവും മുകളിലെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഗേറ്റ് വെച്ച് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് അല്ല, ഡോർ വെച്ചിട്ട്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഉണ്ട് ഏറ്റവും മുകളിൽ കയറാനായിട്ട്. അത് അവിടെ അത്ര പറയത്തക്ക സുരക്ഷിതത്വം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഇത് അടച്ചിട്ടിരിക്കണം തോന്നുന്നു. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക്, പക്ഷെ അത് നമുക്ക് ഗേറ്റ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും മുകളിലേക്ക് കയറുന്നത് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ പുറത്ത് നിന്നിട്ട് അത്യാവശ്യം കാണാവുന്ന രീതിയിൽ കാഴ്ചകൾ ഞാൻ കാണാം. ഇതതിൻ്റെ ഓപ്പൺ പ്ലേസ് ആണേ, ഏറ്റവും മുകളിൽ വശം കേട്ടോ. കൂടെയാണ് താഴത്തേക്കൊരു സ്റ്റെപ്പുണ്ട്. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല കണ്ട, നമ്മൾ അന്നേരം കുത്തി പോലെ പടികൾ കാണാം. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ഇവിടെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഏറ്റവും ഉയരത്തിലുള്ള നിർമ്മിതി ഇവിടെ ഉള്ളത്. നമുക്ക് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാം. നമ്മുടെ കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ കയറിയത്. താഴെ ഇറങ്ങിയ ശേഷം കണ്ട കലാരൂപമാണിത്. ഇവിടെയും കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിപികളാണോ ഒന്നും നമുക്കറിയത്തില്ല. എല്ലാം പ്രാചീന കാലഘട്ടത്തിലെ കാര്യങ്ങളാണ്.